വർഷം 1999 മെയ് മാസം, സ്ഥലം ഹോങ്കോങ്. അന്നേ ദിവസം വളരെ ഭയത്തോടെയും പരിഭ്രമത്തോടെയും ഒരു പെൺകുട്ടി സമീപത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വരികയാണ്. ആ കുട്ടിയുടെ പേര് ജെന്നി ചാൻ. ജെന്നി ചാൻ അവിടെയുള്ള പോലീസ് ഓഫീസർമാരോട് പറയുവാൻ വളരെ വിചിത്രമായൊരു കഥയുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ ഓഫീസർമാരോട് പറഞ്ഞ കഥ അതിതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നേരെ ചൊവ്വേ ഉറങ്ങുവാനായിട്ട് കഴിയുന്നില്ല. എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പ്രേതം വന്ന് സ്വപ്നത്തിൽ എന്നെ ശല്യപ്പെടുത്തുന്നു. ഇതുമൂലം എനിക്ക് നേരെ ചൊവ്വേ ഉറങ്ങുവാനായിട്ട് കഴിയുന്നില്ല. ഒരു പെൺകുട്ടിയുടെ പ്രേതമാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്. എന്റെ സ്വപ്നത്തിൽ അവൾ വരുന്നത് ദേഹമാസകലം രക്തത്തിൽ കുളിച്ചാണ്. കൂടാതെ അവളുടെ ശരീരമാസകലം ഇലക്ട്രിക് വയറുകൾ ചുറ്റിയിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്നും ഒന്ന് രക്ഷിക്കുക എന്നവൾ എന്നോട് പറയും. അപ്പോഴേക്കും ഞാൻ ഞെട്ടി എഴുന്നേൽക്കും. പിന്നെ അന്നത്തെ എന്റെ ഉറക്കവും പോകും. വളരെ വിചിത്രമായി ഈ പരാതി കേൾക്കുന്ന പോലീസ് ഓഫീസർമാർ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ചെയ്യുക? അതുതന്നെയാണ് അവരും ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാർ എല്ലാവരും ചിരിച്ചു. ഒരുപക്ഷെ ജെന്നി ചാൻ മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോ എന്നവർ സംശയിച്ചു. അതുമൂലം ഉണ്ടാകുന്ന തോന്നലുകളായിരിക്കാം ഇത്. അതിലൊരു പോലീസ് ഓഫീസർ അവളോട് ഇങ്ങനെ പറയുകയാണ്, നോക്കൂ കുട്ടി, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് യഥാർത്ഥ ക്രിമിനൽസിനെ പിടിക്കുവാനാണ്, ഒരു പ്രേതത്തെ പിടിക്കുവാനല്ല. പ്രേതത്തെ പിടിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല. അതിന് നീ വേറെ മാർഗം നോക്കണം. അപ്പോഴാണ് ജെന്നി ചാൻ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയത്. സാർ, നിങ്ങൾ വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ. എന്റെ സ്വപ്നത്തിൽ വരുന്ന ആ പെണ്ണ് ആരാണെന്ന് എനിക്കറിയാം. അവൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവളെ കൊന്നത് ആരാണെന്നും എനിക്കറിയാം. മാത്രവുമല്ല, ആ കൊലപാതകത്തിൽ ഞാനും ഒരു പങ്കാളിയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അവളുടെ പ്രേതമാണ് നിരന്തരമായിട്ട് എന്നെ ശല്യപ്പെടുത്തുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയും വരെ അതെന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വന്ന് പറയുന്നത്. ജെന്നി ചാന്റെ ഇപ്പോഴുള്ള ഈ കൺഫെഷൻ കേട്ടതും പോലീസ് ഓഫീസർമാർ കുറച്ചുകൂടി ജാഗരൂകരായി. കാരണം ഇപ്പോഴിതൊരു പാരാനോർമൽ കേസല്ല, മറിച്ച് അതിൽ നിന്നും ഒരു റിയൽ ലൈഫ് ക്രൈമായിട്ട് മാറിയിരിക്കുന്നു. അതിനുശേഷം ജെന്നി ചാൻ അവരുടെ മുൻപിൽ ചില കാര്യങ്ങൾ കൺഫസ് ചെയ്തു. അവളുടെ കുറ്റസമ്മതം പൂർത്തിയായതും പോലീസ് ജെന്നി ചാനെയും കൂട്ടി അവൾ പറഞ്ഞ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. അതിനെ ഒരു അപ്പാർട്ട്മെന്റ് എന്ന് പറയുവാനായിട്ട് കഴിയില്ല, മറിച്ച് നഗരത്തിൽ നിന്നും ദൂരെ മാറി അടച്ചു മൂടപ്പെട്ട ഒരു ഷെഡ്. അവിടേക്കാണ് പോലീസ് ഓഫീസർമാരെ ജെന്നി ചാൻ നയിച്ചത്. ആ ഷെഡിന്റെ ഉൾവശത്ത് ഹലോ കിറ്റി എന്ന് വിളിക്കപ്പെടുന്ന പാവകൾ ധാരാളം ചിതറിക്കിടപ്പുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ആ പാവകളാണ്. ചിതറിക്കിടക്കുന്ന ആ പാവകൾക്കിടയിൽ കിടക്കുന്ന ഒരു പാവയിലേക്ക് ജെന്നി ചാൻ വിരൽ ചൂണ്ടി. എന്നിട്ട് പോലീസിനോട് അതൊന്ന് പരിശോധിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഒരു പോലീസുകാരൻ മുൻപോട്ട് വന്ന് ആ പാവയെ പരിശോധിച്ചു. ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് മനസ്സിലായി, മറ്റുള്ള പാവകൾ പോലെയല്ല ഇത്, ഇതിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. മറ്റുള്ള പാവകളുടെ തലയേക്കാളും ഈ പാവയുടെ തലയ്ക്ക് വലിപ്പ കൂടുതലുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് പരിശോധിച്ച ഓഫീസർമാർ ഞെട്ടിപ്പോയി. ഹോങ്കോങ്ങിനെ കിടുകിടാ വിറപ്പിച്ച ഒരു ക്രൈമിന്റെ തെളിവായിരുന്നു ആ പാവയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. അവരുടെ ചരിത്രത്തിൽ ഇത്രയും ക്രൂരമായൊരു ക്രൈം ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഇതൊരു ക്രൈം സ്റ്റോറി മാത്രമല്ല, ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയുടെ വേദനിപ്പിക്കുന്നൊരു കഥ കൂടിയാണ്. ഹലോ കിറ്റി എന്ന് വിളിക്കുന്നത് ജപ്പാനിൽ നിർമ്മിക്കുന്ന ഒരു പാവയാണ്, ഒരു പൂച്ചക്കുട്ടിയുടെ പാവ. കുട്ടികൾക്ക് ഈ പാവ വളരെ ഇഷ്ടമാണ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഈ പാവ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ കഥ കേട്ടതിന് ശേഷം ഇനി മുതൽ നിങ്ങൾ ആ പാവയെ നോക്കുന്നത് മറ്റൊരു കണ്ണിലായിരിക്കും. അത്രയേറെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഹലോ കിറ്റി മർഡർ കേസ്. 1976 ഫാൻ മാൻ യി ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഫാനിനെ ഉപേക്ഷിച്ചു. അതിനുശേഷം മാ ടൗ വാ എന്ന സ്ഥലത്തുള്ള ഒരു അനാഥാലയത്തിലാണ് ഫാൻ വളർന്നത്. മാതാപിതാക്കൾ അവളെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതിന്റെ കാരണം നമുക്കറിയില്ല. എന്തായാലും അതിനുശേഷം ഫാൻ തന്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ടില്ല. ഫാൻ വളർന്ന അനാഥാലയത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 16 വയസ്സ് വരെ മാത്രമാണ് അവർ കുട്ടികളെ നോക്കൂ. 16 വയസ്സ് തികയുമ്പോൾ അവരെ ഓർഫനേജിൽ നിന്നും പുറത്താക്കും. പിന്നെ അവരുടെ കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് നോക്കണം. അതാണ് നിയമം. അങ്ങനെ ഫാനിന് 16 വയസ്സായി. ഓർഫനേജിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. അവൾക്ക് യാതൊരു തൊഴിലും അറിയില്ല. ഓർഫനേജുകാർ അവളെ യാതൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല. വെറും കൈയോടെ പുറം ലോകത്തിലേക്ക് ഇറങ്ങിയ ഫാൻ എന്തു ചെയ്യണമെന്നറിയാതെ അന്ധാളിച്ചു നിന്നു. എങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് അവൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ തെരുവിലൂടെ ചുറ്റി സഞ്ചരിച്ചു. അങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഫാന ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഹോങ്കോങ്ങിലെ തെരുവുകളിൽ ധാരാളം പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സ്വന്തം ശരീരം വിറ്റ് അവർ ഉപജീവനം നയിക്കുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഫാൻ മാൻ യി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുകയാണ്. കാരണം അവൾക്ക് വേറെ വഴിയില്ല. വൈകാതെ മയക്കുമരുന്നിനും അവൾ അടിമയായി. അങ്ങനെ ഏതാനും വർഷങ്ങൾ മുൻപോട്ട് പോയി. 1996 കടന്നു വന്നു. ആ വർഷം മെയ് മാസത്തിലാണ് ഫാനിന്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായത്. ആ സമയത്ത് അവൾ ഒരു ഡാൻസ് ബാറിൽ ജോലി ചെയ്യുകയാണ്. അവിടെ വെച്ച് അവൾ എൻ ജി ചുവാൻ എന്നു പേരുള്ള ഒരാളെ പരിചയപ്പെട്ടു. അയാൾ ആ ബാറിലെ നിത്യസന്ദർശകനായിരുന്നു. ആ പരിചയം പോകെ പോകെ ഒരു പ്രണയമായിട്ട് മാറി. എൻ ജിയെ വിവാഹം കഴിക്കുവാനായിട്ട് ഫാൻ തീരുമാനിച്ചു. വൈകാതെ അവരുടെ വിവാഹവും നടന്നു.
അതിന്റെ അടുത്ത വർഷം അവർക്കൊരു ആൺകുട്ടിയും ജനിച്ചു. ഇപ്പോൾ ഫാൻ മാൻ യിയുടെ ജീവിതം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ വളരെ സാധാരണമാണ്. അവൾക്കൊരു കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്. എന്നാൽ യഥാർത്ഥ ചിത്രം ഇതൊന്നും ആയിരുന്നില്ല. അവൾ വിചാരിച്ചതുപോലെയുള്ള ഒരാളായിരുന്നില്ല അവളുടെ ഭർത്താവായ എൻജി ചുവാൻ. അയാൾ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരുന്നു, ഒരു സാഡിസ്റ്റ്. ഇത് പിന്നീടാണ് ഫാനിന് മനസ്സിലായത്. ഇവരുടെ അയൽക്കാർ പിന്നീട് പറഞ്ഞത് ഇതാണ്: എല്ലാ ദിവസവും ഫാനിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും വഴക്കും ബഹളവും അവർ കേൾക്കാറുണ്ടായിരുന്നു. അവളെ പോലെ തന്നെ ഭർത്താവായ എൻജിയും മയക്കുമരുന്നിന് അടിമയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നിത്യവും കലഹം പതിവാണ്. ഒരു കുടുംബമായി കഴിയുമ്പോൾ സന്തോഷവും സമാധാനവും കിട്ടുമെന്നാണ് ഫാൻ വിചാരിച്ചത്. എന്നാൽ സംഭവിച്ചതാകട്ടെ മറിച്ചും. തന്റെ കുട്ടിക്ക് വേണ്ടിയെങ്കിലും അവൾക്ക് ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഭർത്താവാകട്ടെ ഒരു നിർഗുണനാണ്. അതുകൊണ്ട് ഒരു നൈറ്റ് ക്ലബ്ബിൽ അവൾ വീണ്ടും ജോലിക്ക് ചേർന്നു. ആ സമയത്ത് ഫാനിന് 23 വയസ്സാണ് പ്രായം. മെല്ലെ അവൾ ജീവിതം ഒന്നിൽ നിന്നും വീണ്ടും കരിപ്പിടിപ്പിക്കാൻ തുടങ്ങി. മയക്കുമരുന്നിന്റെ ഉപയോഗം കുറച്ചു. കാര്യങ്ങൾ അങ്ങനെ നന്നായിട്ട് മുൻപോട്ട് പോകുമായിരുന്നു, അവൾ ആ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ. 1997 ഇതേ നൈറ്റ് ക്ലബ്ബിൽ വെച്ച് ഫാൻ ഒരാളെ പരിചയപ്പെട്ടു. അവന്റെ പേര് ചാൻ മാൻ ലോക എന്നാണ്. വയസ്സ് 36. ഈ നൈറ്റ് ക്ലബ്ബിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ചാൻ. അങ്ങനെയാണ് ഫാനുമായിട്ട് പരിചയമായത്. വൈകാതെ ഫാനിന്റെ ഒരു സ്ഥിരം കസ്റ്റമറായിട്ട് മാറുകയാണിവൻ. ചാൻ ഒരു സാധാരണക്കാരനായിരുന്നില്ല, ഒരു മയക്കുമരുന്ന് വ്യാപാരി കൂടിയായിരുന്നു. മാത്രവുമല്ല ഹോങ്കോങ് അണ്ടർവേൾഡുമായിട്ട് അയാൾക്ക് വലിയ ബന്ധങ്ങളുണ്ട്. ഇതും കൂടാതെ അയാൾ ഒരു പിമ്പായിരുന്നു. പണം വാങ്ങി സ്ത്രീകളെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാരിൽ ഒരുവൻ. നമുക്കറിയാം ഫാൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അതുപോലെ മയക്കുമരുന്നിന് അടിമയുമാണ്. അതേ ജീവിത നിലവാരമാണ് ചാനിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ പെട്ടെന്ന് അടുത്തു. ഒരു ദിവസം പതിവ് പോലെ ചാൻ ഫാനിനെ കാണുവാനായിട്ട് വന്നു. ഇരുവരും അവരുടെ റൂമിലേക്ക് പോയി. ഇതിനിടയിൽ ചാൻ അറിയാതെ ചാനിന്റെ പേഴ്സിൽ നിന്ന് ഫാന് ഒരു $4000 മോഷ്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ അവളത് നിവർത്തികേട് കൊണ്ട് ചെയ്തതാണ്. കാരണം അവൾക്ക് കിട്ടുന്ന ശമ്പളം മയക്കുമരുന്നിന് പോലും തികയുമായിരുന്നില്ല. പണത്തിന് അത്രയേറെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവൾ ആ പണം മോഷ്ടിച്ചത്. ഫാൻ മോഷ്ടിച്ചതിനെ ന്യായീകരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, അങ്ങനെ സംഭവിച്ചു പോയി. എന്നാൽ അപ്പോൾ അവൾക്കറിയില്ലായിരുന്നു ഈ മോഷണം അവളുടെ ജീവിതത്തെ തലകീഴായിട്ട് മറിക്കുവാൻ പോവുകയാണെന്ന്. വൈകാതെ തന്റെ പേഴ്സിൽ നിന്ന് $4000 ഫാൻ മോഷ്ടിച്ചത് ചാൻ അറിയുകയാണ്. അയാൾ വളരെയേറെ കോപാകുലനായി. ചാൻ മാൻലോക്ക് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് താൻ വലിയൊരു സംഭവമാണ്, സമർത്ഥനാണ്, ഒരു ഡോണാണ് എന്നൊക്കെയാണ്. അങ്ങനെയുള്ള ജഗജില്ലിയായ തന്റെ പേഴ്സിൽ നിന്നും ഒരു പെണ്ണ് പണം മോഷ്ടിച്ചു എന്ന യാഥാർത്ഥ്യം അയാൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ചാൻ ഫാനിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അവളാകെ ഭയന്നുപോയി. എന്നെ ഒന്നും ചെയ്യരുത്, നിന്റെ അടുക്കൽ നിന്നും എടുത്ത പണം ഞാൻ മടക്കി നൽകാമെന്ന് അവൾ പറഞ്ഞു. എന്നാൽ ചാനിന് അത് മതിയാകുമായിരുന്നില്ല. അയാൾ പകരം മറ്റൊരു നിബന്ധനയാണ് മുൻപോട്ട് വെച്ചത്. എന്റെ അടുക്കൽ നിന്നും നീ മോഷ്ടിച്ച $4000 തന്നാലൊന്നും ഈ പ്രശ്നം തീരില്ല. നീ ചെയ്ത തെറ്റിന് പരിഹാരമായിട്ട് വേറെ ഒരു $10000 കൂടി തരണം. അങ്ങനെ മൊത്തം $14000 നീ എനിക്ക് തരണം. അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടാം, അല്ലെങ്കിൽ വരുവാനായിട്ട് പോകുന്ന ഭവിഷ്യത്ത് നീ അനുഭവിക്കും. നിവൃത്തിയില്ലാതെ ഫാൻ അയാൾ പറയുന്നത് എന്തും അനുസരിക്കാമെന്ന് സമ്മതിച്ചു. കാരണം ചാൻ ചില്ലറക്കാരനല്ലെന്ന് അവൾക്കറിയാം. ക്രൈം സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ്, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എങ്ങനെ ഒരു $4000 സംഘടിപ്പിച്ച് അവൾ അയാൾക്ക് നൽകുകയാണ്. എന്നിട്ട് അയാളോട് ഇങ്ങനെ അപേക്ഷിച്ചു, ബാക്കി $10000 തരുവാനായിട്ട് തനിക്ക് അല്പം സമയം കൂടി വേണം. എന്നാൽ ഫാനിനെ കണ്ണുമടച്ച് വിശ്വസിക്കുവാനായിട്ട് ചാൻ തയ്യാറല്ലായിരുന്നു. ഇവൾ തന്നെ പറ്റിക്കും, എവിടേക്കെങ്കിലും ഒളിച്ചോടുമെന്ന് അയാൾ വിചാരിച്ചു. മാർച്ച് 17, 1999 അന്നാണ് ലോകത്തെ ഞെട്ടിച്ച് ഈ ക്രൈമിന്റെ തുടക്കം. അന്ന് ചാൻ ഒരു കാര്യം ചെയ്തു. തന്റെ കൂട്ടുകാരും അതുപോലെ ക്രിമിനൽസുമായ ലിയോങ് വായ്, ലിയോങ് ഷിങ് എന്നീ 2 പേരെ വിളിച്ചു. എന്നിട്ട് ഫാനിനെ തട്ടിക്കൊണ്ടുവരുവാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. നേതാവിന്റെ ആജ്ഞപ്രകാരം അവൾ ജോലി ചെയ്യുന്ന ക്ലബ്ബിലെത്തിയ ഇരുവർക്കും മറ്റൊരു വാർത്തയാണ് അറിയുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫാൻ ആ ക്ലബ്ബിലേക്ക് വരുന്നില്ല. അവൾ ഇപ്പോൾ തെരുവിലാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ജീവിക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞ 2 ക്രിമിനൽസും ഫാനിനെ അന്വേഷിച്ച് തെരുവിലേക്ക് ഇറങ്ങി. അവരുടെ ഈ അന്വേഷണത്തിൽ തെരുവിൽ തന്റെ കസ്റ്റമറെയും കാത്തു നിൽക്കുന്ന ഫാനിനെ അവർ കണ്ടുമുട്ടുകയാണ്. ഉടൻ തന്നെ ബലപ്രയോഗത്തിലൂടെ ഇരുവരും അവളെ കാറിൽ കയറ്റി. എന്നിട്ട് ചാനിന്റെ കൂട്ടുകാരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഗോഡൌണിൽ എത്തിച്ചു. ഫാനിനെ ആ ഗോഡൌണിൽ പാർപ്പിച്ച് ഒരു മിനി ബ്രോത്തൽ ചെയ്യുവാനാണ് അയാൾ തീരുമാനിച്ചത്. ചാനിന്റെ പദ്ധതി ഇതായിരുന്നു: അയാളുടെ സുഹൃത്തുക്കളോടും അതുപോലെ പരിചയക്കാരോടും ഇങ്ങനെ ഒരു പെണ്ണ് തന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് അറിയിക്കണം. അവർക്ക് വന്ന് അവളെ എന്തും ചെയ്യാം, പക്ഷെ അതിനൊരു തുക ചാനിന് നൽകണം. കാര്യങ്ങൾ അയാൾ വിചാരിച്ചതുപോലെ മുൻപോട്ട് പോവുകയാണ്. ആ ഗോഡൌണിൽ ഇപ്പോഴുള്ളത് 4 പേരാണ്: ചാനും അയാളുടെ 2 സുഹൃത്തുക്കളും പിന്നെ നിസ്സഹായായ ഫാനും. ദിവസങ്ങൾ മുൻപോട്ട് പോകും തോറും മനുഷ്യത്വവിരുദ്ധമായ ഈ പ്രവൃത്തി അതിന്റെ ഉച്ചസ്ഥായിലെത്തുകയാണ്. ഈ 3 പേരും എല്ലാ ദിവസവും ഫാനിനെ റേപ്പ് ചെയ്യും. റേപ്പ് ചെയ്യുക മാത്രമല്ല, അവളെ ക്രൂരമായിട്ട് മർദ്ദിക്കുവാനും തുടങ്ങി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എത്രത്തോളം ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്യാമോ അത്രത്തോളം മനുഷ്യത്വരഹിതമായിട്ട് അവർ ഫാനിനെ ഉപദ്രവിച്ചു.
ചില ഡിമാൻഡുകളോടെയാണ് അവർ ആ സ്ത്രീയെ മർദ്ദിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതാണ് ഇവിടെ സംഭവിച്ചത്. അവർ ഫാനിനെ മർദ്ദിക്കുന്ന സമയത്ത് അവൾ കരയുകയോ നിലവിളിക്കുകയോ ചെയ്യുവാൻ പാടില്ല. വേദന കടിച്ചമർത്തണം. മാത്രവുമല്ല, അവളെ അവർ തൊട്ടു മുൻപടിച്ച അടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന വിശദീകരണവും നൽകണം. എന്ത് വിശദീകരണമാണ് അവൾ അവർക്ക് കൊടുത്തത് എന്ന് നമുക്കറിയില്ല. പക്ഷെ അവൾ ഒരു അഭിപ്രായം പറയണം. അത് നിർബന്ധമാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അടുത്ത അടി കൂടുതൽ ശക്തമായിരിക്കും. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫാനിന്റെ ദേഹമാസകലം മുറിവുകളും ചതവുകളുമായി. അവളുടെ ശരീരം നീരുവന്ന് വീർത്തു. സൗന്ദര്യമെല്ലാം എവിടേക്കോ പോയി. അതോടെ അത്രയും നാളും ആ ഗോഡൌണിലേക്ക് വന്നുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനും അവളെ വേണ്ടാതെയായി. ചുരുക്കത്തിൽ ചാനിന്റെ വരുമാനം ഇവിടെ വെച്ച് നിലയ്ക്കുകയാണ്. എന്നാൽ അതൊന്നും ചാനും കൂട്ടരും കാര്യമാക്കിയില്ല. അവർ മറ്റൊരു മാനസികാവസ്ഥയിലെത്തിയിരുന്നു. ഫാനിനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതിൽ ആ മൂവരും ആനന്ദം കണ്ടെത്തുവാൻ തുടങ്ങി. എല്ലാ ദിവസവും ഫാനിനെ ഒരു ദിനചര്യ എന്നോണം അവർ മാറി മാറി മർദ്ദിക്കും. അവളെ മർദ്ദിച്ച് മടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിലൊരു വിരസത തോന്നുമ്പോൾ അവർ അടുത്തുള്ള മുറിയിൽ പോയിട്ട് വിശ്രമിക്കും. ആ മുറിയിൽ വെച്ചവർ ചീട്ട് കളിക്കും, മദ്യപിക്കും, വേറെ പെണ്ണുങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആ സമയത്ത് ഫാൻ നിസ്സഹായയായി, മനസ്സും ശരീരവും തകർന്ന് ഒന്ന് അനങ്ങുവാൻ പോലും കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ട നിലയിൽ ആ ഗോഡൌണിൽ കിടക്കും. ദിവസങ്ങൾ മുൻപോട്ട് പോകുന്തോറും അവരുടെ ക്രൂരത വർദ്ധിച്ചു വരികയാണ്. അവളെ എങ്ങനെയൊക്കെ വ്യത്യസ്തമായ വിധത്തിൽ ഉപദ്രവിക്കാമെന്ന വിഷയത്തിൽ അവർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങളിൽ ചിലത് ഇതാണ്: പ്ലാസ്റ്റിക് കത്തിച്ച് ആ ഉരുകിയ പ്ലാസ്റ്റിക് തുള്ളികൾ അവളുടെ ദേഹത്ത് വീഴ്ത്തുക. അതുപോലെ മെഴുകുതിരി കത്തിച്ച ആ വാക്സ ഫാനിന്റെ ദേഹത്തൊഴിക്കുക. അതും കടന്ന ഒരു ഘട്ടത്തിൽ ഇവർ മറ്റൊരു ക്രൂരത കൂടി ചെയ്തു. ഫാനിന്റെ വലത് കാലിൽ തുണി ചുറ്റിയിട്ട് തീ കൊളുത്തി. അവൾ നിലവിളിക്കാതിരിക്കുവാനായിട്ട് വായിൽ തുണി തിരികെ. ഇത്രയും ആയപ്പോഴേക്കും അവൾ മരണാസന്നയായി. എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥ. അതുകൊണ്ടും അവരുടെ ക്രൂരത അവസാനിച്ചില്ല. ഫാനിന്റെ ദേഹത്ത് മുറിവുകളുണ്ടല്ലോ, ആ മുറിവിന്റെ വിടവുകൾക്കിടയിൽ അവർ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ തേച്ച് പിടിപ്പിച്ചു. അതുപോലെ മാലിന്യങ്ങളും മുളകുമെല്ലാം അരച്ച് തേച്ച് പിടിപ്പിച്ചു. അവൾക്കവർ മതിയായ ആഹാരമോ വെള്ളമോ കൊടുത്തിരുന്നില്ല. സ്വന്തം മലം കഴിക്കുവാനായിട്ട് ആ ഗോഡൌണിൽ വെച്ച് അവൾ നിർബന്ധിതയായി. തനിക്ക് ദാഹിക്കുന്നു എന്ന് ഫാൻ പറഞ്ഞപ്പോൾ ഇവർ നൽകിയത് അവരുടെ മൂത്രമാണ്. മറ്റു വഴികളൊന്നുമില്ലാത്തതുകൊണ്ട്, ജീവിക്കണമെന്ന് ഉള്ളിലൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അവൾ അത് കുടിച്ചു. മലം കഴിക്കുവാനായിട്ട് ഇവർ നിർബന്ധിക്കുമ്പോൾ ഫാൻ അത് നിരസിക്കുകയോ ബലപ്രയോഗത്തിലൂടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവളത് തുപ്പിക്കളയുകയോ ചെയ്താൽ അതിനും അവരവളെ അടിക്കും. ഇപ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ ഇതാണ്. ക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുന്നു. ദേഹമാസകലം മുറിവുകളാണ്. ആ മുറിവുകളെല്ലാം ഇൻഫെക്ഷനായി പഴുത്തു വിങ്ങിയിരിക്കുന്നു. ദേഹമാസകലം ചലം ചാലിട്ടൊഴുകുകയാണ്. അതിന്റെ കൂടെ മതിയായ ആഹാരമില്ലായ്മ. വൈകാതെ അവൾ മരണത്തിന്റെ വക്കിലെത്തി. ഈ സമയത്താണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായിട്ട് ഓടി വന്ന ജെന്നി ചാൻ ഈ കഥയിലേക്ക് കടന്നു വരുന്നത്. ജെന്നി ചാന് വെറും 14 വയസ്സാണ് പ്രായം. പക്ഷെ അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. മാത്രവുമല്ല മയക്കുമരുന്നിന് അടിമയുമാണ്. അങ്ങനെയാണ് ജെന്നി ചാനുമായിട്ട് പരിചയത്തിലാവുന്നത്. ഒരു ദിവസം അയാളുടെ കൂടെ അവൾ ഫാനിനെ പാർപ്പിച്ചിരുന്ന ഈ ഗോഡൌണിലേക്ക് വന്നു. അവിടെ വെച്ചൊരു സംഭവമുണ്ടായി. അവളുടെ കൺമുൻപിൽ വെച്ച് അവശയായി കിടക്കുന്ന ഫാനിന്റെ തലയിൽ ചാൻ ആഞ്ഞാഞ്ഞ് ചവിട്ടി. അതും 30-ലേറെ തവണ. ആ സമയത്ത് മയക്കുമരുന്നിന്റെ ആധിക്യം മൂലമാണോ അതോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, 14 വയസ്സുള്ള ഈ കുട്ടി ജെന്നി ചാനും അയാളുടെ കൂടെ ചേർന്ന് ഫാനിനെ ചവിട്ടി. പിന്നീട് ജെന്നി ഇതേക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ആ സമയത്ത് ഒരു തമാശക്കായിരുന്നു അങ്ങനെ ചെയ്തത്. എന്നാൽ ആ തമാശ പിന്നീട് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. കഥ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലെത്തി. ഇപ്പോൾ ഈ 3 പേർക്ക് ഫാനിനെ മർദ്ദിക്കുന്നതിൽ വിരസത തോന്നി തുടങ്ങി. കാരണം എത്ര ഉപദ്രവിച്ചാലും അവളിൽ നിന്ന് യാതൊരു പ്രതികരണവും വരുന്നില്ല. ഒരു നിർജീവ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ കൂട്ടത്തിലുള്ള ഒരാൾക്ക് മറ്റൊരാശയം തോന്നിയത്: നമുക്കിവളെ കെട്ടിത്തൂക്കിയിടിക്കാം, ഒരു പഞ്ചിങ് ബാഗായിട്ട് ഉപയോഗിക്കാം. അതിനുവേണ്ടി അവർ ചെയ്ത കാര്യം ഇതാണ്: ഫാനിന്റെ ദേഹമാസകലം വയറുകൊണ്ട് ചുറ്റി വരിഞ്ഞു. എന്നിട്ട് അവളെ ആ ഗോഡൌണിൽ കെട്ടിത്തൂക്കി. അതിനുശേഷം മാറി മാറി അവർ ആ സ്ത്രീയെ ഇടിച്ചു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ക്രൂരത അവർ ആരംഭിച്ചിട്ട് ഇപ്പോൾ മാസം 1 ആയിരിക്കുന്നു. ഇത്രയും കാലം ഫാൻ ജീവനോടെ അതിജീവിച്ചതാണ് അത്ഭുതം. അങ്ങനെ ഒരു ദിവസം ഈ 3 കുറ്റവാളികളും പുറത്തുപോയി ആഹാരം കഴിക്കുവാൻ തീരുമാനിച്ചു. അതിനു മുൻപായിട്ട് ഫാനിനെ അവർ താഴെ ഇറക്കി. പിന്നെ അവൾ രക്ഷപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് ആ കെട്ടോടുകൂടി ആ ഗോഡൌണിലുള്ളൊരു ബാത്ത് ടബിൽ ഇട്ടു. എന്നിട്ട് വാതിലും ഭദ്രമായിട്ട് പൂട്ടി പുറത്തേക്ക് പോയി. ആഹാരമെല്ലാം കഴിച്ച് വിനോദങ്ങളിലെല്ലാം ഏർപ്പെട്ട് മടങ്ങി വന്നപ്പോൾ അവർ കണ്ട കാഴ്ച ഇതാണ്: ഫാൻ മരിച്ചു കിടക്കുന്നു. നിർദ്ദയമായി ലോകത്തു നിന്നും അവൾ എന്നേക്കുമായിട്ട് യാത്രയായിരിക്കുന്നു. ഈ കാഴ്ച അവരിൽ കാര്യമായ ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവരുടെ മുൻപിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇനി ഇതാണ്: ഫാനിന്റെ ബോഡി എങ്ങനെ ആരും അറിയാതെ ഡിസ്പോസ് ചെയ്യാം? ആ കാര്യങ്ങളൊക്കെ നാളെ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമുകളിൽ പോയി ഉറങ്ങുവാൻ കിടന്നു. അതിന്റെ പിറ്റേ ദിവസം ചാൻ മാൻ ലോക്ക് തന്റെ കൂട്ടുകാരോടൊരു കാര്യം പറയുകയാണ്: ഫാനിന്റെ ബോഡി ഒരു കുഞ്ഞുമറിയാതെ നശിപ്പിച്ച് കളയുവാനായിട്ട് തന്റെ ഉള്ളിലൊരു ആശയമുണ്ട്. അതിനായിട്ട് അവളുടെ ശരീരം ആ ബാട്ടബിൽ ഇട്ട് തന്നെ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കണം. എന്നിട്ട് ഓരോ കഷ്ണങ്ങളും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണം. അങ്ങനെ ചെയ്താൽ പോലീസിന്റെ അന്വേഷണം നമ്മളിലേക്ക് എത്തില്ല. ഇതായിരുന്നു അയാൾ പറഞ്ഞ ഐഡിയ. മറ്റുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നി.
അതിനുശേഷം ആ 3 കുറ്റവാളികളും ചേർന്ന് ആ പാവ സ്ത്രീയുടെ ശരീരം ആ ബാത്ത് ടബിലിട്ട് വെട്ടിമുറിച്ചു. അതുകൊണ്ടും തീർന്നില്ല. വെട്ടിമുറിച്ച ഈ ശരീരഭാഗങ്ങൾ ഒരു പാത്രത്തിലിട്ട് അവർ വേവിച്ചു. അസ്ഥിയിൽ നിന്നും മാംസം വേർപെട്ട് വരും വരെ വേവിച്ചു. എന്നിട്ട് ആ മാംസമെല്ലാം എടുത്ത് പല സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു. ചിലത് വേസ്റ്റ് ബോക്സിൽ ഉപേക്ഷിച്ചു. വേറെ ചിലതാവട്ടെ തെരുവിൽ നായ്ക്കൾ ധാരാളമുള്ള സ്ഥലത്തും. ഫാനിന്റെ ശരീരത്തിൽ പിന്നെ അവശേഷിച്ചത് തലയാണ്. ആ തല കണ്ടപ്പോൾ ചാനിന് മറ്റൊരാശയം തോന്നി. അയാൾ ആ തലയെടുത്തൊരു പാത്രത്തിലിട്ട് വേവിച്ചു. പിന്നെ അതിൽ നിന്നും മാംസവും കണ്ണുകളും തലമുടിയും എല്ലാം നീക്കം ചെയ്തു. തലയോട്ടി മാത്രമായിട്ട് വേർതിരിച്ചെടുത്തു. എന്നിട്ട് ആ ഗോഡൌണിൽ ഉണ്ടായിരുന്നൊരു ഹലോ കിറ്റി പാവയെടുത്തു. ആ പാവയുടെ തലയിലെ സ്റ്റിച്ച് പൊട്ടിച്ച് അതിന്റെ ഉള്ളിലെ പഞ്ഞിയെല്ലാം നീക്കം ചെയ്തിട്ട് ഈ തലയോട്ടി അവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് പഴയതുപോലെ തുന്നിച്ചേർത്തു. അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ മറ്റുള്ള പാവകളുടെ കൂട്ടത്തിലേക്ക് അയാൾ അത് വലിച്ചെറിഞ്ഞു. ഈ പാവയാണ് ജെന്നിച്ചാൻ പിന്നീട് പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ജെന്നിച്ചാൻ പോലീസിന്റെ മുൻപിൽ കൺഫസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഈ കേസ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു, കുറ്റവാളികൾ ആരാണെന്ന് മനസ്സിലായിരിക്കുന്നു, ഇനി അവരെ നിസ്സാരമായിട്ട് അറസ്റ്റ് ചെയ്യാം. എന്നാൽ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകളുടെ അഭാവം. പോലീസിന്റെ കൈവശം ആകെ കിട്ടിയിട്ടുള്ളത് ഫാനിന്റെ തലയോട് മാത്രമാണ്. ഈ തലയോട് ഉപയോഗിച്ച് മരണകാരണം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുവാനായിട്ട് കഴിയില്ല. അതേ സമയത്ത് കുറ്റവാളികളായ ഈ 3 പേരും മറ്റൊരു കഥയാണ് പറഞ്ഞത്. ജെന്നിച്ചാൻ പറയുന്നത് ശരിയാണ്. ഫാൻ ഞങ്ങളുടെ ഗോഡൌണിൽ ഉണ്ടായിരുന്നു. അവളെ വെച്ച് ഞങ്ങളൊരു ബ്രോത്തൽ ബിസിനസ് ചെയ്തു വരികയായിരുന്നു. ഫാൻ മയക്കുമരുന്നിന്റെ അടിമയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ദിവസം അവൾ അമിതമായിട്ട് മയക്കുമരുന്നെടുത്തു. ഓവർ ഡോസ് മൂലം അവൾ കൊല്ലപ്പെട്ടു. ഞങ്ങൾ അവളെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് അവൾ മരിക്കുവാനുള്ള കാരണം. ഫാൻ മരിച്ചുവെന്ന് കണ്ടപ്പോൾ ഞങ്ങളാകെ പേടിച്ചു പോയി. ഒന്നാമതായിട്ട് ഞങ്ങൾ ഈ ചെയ്യുന്ന ബ്രോത്തൽ ബിസിനസ് ഇല്ലീഗലായിട്ടുള്ള ഒന്നാണ്. അവിടെ ജോലിയെടുക്കുന്ന ഒരു സ്ത്രീയാണ് മരിച്ചത്. ഈ കാര്യം പുറത്തറിഞ്ഞാൽ വലിയ വിഷയമാകുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ തുണ്ടം തുണ്ടമാക്കി പല സ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞത്. ഈ ഒരു കാര്യം ചെയ്തതൊഴിച്ചാൽ ഫാനിന്റെ മരണത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും നിരപരാധികളാണ്. എന്തായാലും ഹോങ്കോങ് പോലീസിന് കോസ് ഓഫ് ഡെത്ത്, അതായത് മരണകാരണം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ അവർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ ദുർബലവുമായിരുന്നു. കോടതി ഈ 3 പേർക്കും വിധിച്ച ശിക്ഷ ഇതാണ്. പോലീസിന് ഇവർ കൊലപാതകം ചെയ്തു എന്ന് കൃത്യമായിട്ട് തെളിയിക്കുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഡിഗ്രി മർഡർ കേസിൽ നിന്നും അവരെ ഒഴിവാക്കി. ഫസ്റ്റ് ഡിഗ്രി മർഡർ ഒരാൾ ചെയ്തു എന്ന് തെളിഞ്ഞാൽ നിശ്ചയമായിട്ടും അയാൾക്ക് വധശിക്ഷയാണ് വിധിക്കാറ്. എന്നാൽ ഇവർക്ക് കിട്ടിയതാവട്ടെ സെക്കൻഡ് ഡിഗ്രി മർഡർ ആണ്. അതായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ ഒരാളെ കൊലപ്പെടുത്തി എന്ന ചാർജ്. അതുകൊണ്ട് ഈ 3 പേർക്കും ജീവപര്യന്തം തടവാണ് വിധിച്ചത്. അവർക്ക് പരോളിന് അപേക്ഷിക്കണമെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് 20 വർഷം വേണ്ടിവരും. ഇനി നമുക്ക് വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ജെന്നി ചാനിലേക്ക് വരാം. ആ കുട്ടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഒരിക്കലും തെളിയുമായിരുന്നില്ല. അവളാണ് ഈ ക്രൈമിനെ കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും പോലീസിന് കൈമാറിയത്. മാത്രവുമല്ല അവരെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അവളെ മാപ്പ് സാക്ഷിയാക്കി. മാത്രവുമല്ല അവൾക്ക് ഈ ക്രൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് കോടതി നിരുപാധികം ജെന്നിച്ചാനെ വിട്ടയച്ചു. ഈ 3 കുറ്റവാളികളെയും വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ പരിശോധിച്ചു. അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇതാണ്. ഇവർക്ക് സൈക്കോ സോഷ്യൽ ഡിസോർഡർ ഉണ്ട്. ഈ രോഗമുള്ള ആളുകൾക്ക് അനുകമ്പ, കരുണ തുടങ്ങിയ യാതൊരു വികാരങ്ങളും ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവരുടെ വേദന ഇവർക്കൊരു ഹരമാണ്. തന്റെ സഹജീവികളെ എത്ര ഉപദ്രവിച്ചാലും ഇവരുടെ ഉള്ളിൽ കുറ്റബോധത്തിന്റെ യാതൊരു ലാഞ്ചനയും ഉണ്ടാവില്ല. നമുക്കറിയാം, ഫാൻമാൻ ഈ നേരിട്ട ക്രൂരതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കരിങ്കല്ലിനൊരു ഹൃദയമുണ്ടെങ്കിൽ അതുപോലും അലിഞ്ഞു പോവും. അതുപോലും ഇവർക്കുണ്ടാകാത്തതിന് കാരണം ഈ മാനസികാവസ്ഥയാണ്. കഴിഞ്ഞ 2000-ലാണ് കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചത്. അത് കഴിഞ്ഞപ്പോൾ 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ കുറ്റവാളികൾ പരോളിൽ ഇറങ്ങി ഇപ്പോഴും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നുണ്ടാവും. ആർക്കറിയാം. എൻകൗണ്ടർ ന്യായമാണ് എന്നൊക്കെ ചിന്തിച്ചു പോകുന്നത് ഇങ്ങനെയുള്ള ചില കേസുകൾ കാണുമ്പോഴാണ്. നമുക്കറിയാം എൻകൗണ്ടർ മനുഷ്യത്വരഹിതമാണ്, മാനവികാവിരുദ്ധമാണ്. എന്നാൽ ഇതുപോലെയുള്ള കേസുകളിൽ എൻകൗണ്ടർ ന്യായമാണെന്ന് തോന്നുന്നു. ഇത്തരം മനോവൈകല്യമുള്ള ആളുകളെ സമൂഹത്തിലേക്ക് തുറന്നുവിടുന്നത് മറ്റുള്ളവർക്ക് സുരക്ഷിതമാണോ? നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.